ഇന്നലെ വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് റോബിന്റെ അമ്മ ബീന മരണത്തിനു കീഴടങ്ങിയത്. കൃത്യം 12 മണിക്കൂറിനിപ്പുറം ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ കൊല്ലം കോവൂരിലെ വീട്ടുമുറ്റത്ത് തുടങ്ങിയതും. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ ബീനയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ എത്തിയിരുന്നു. കുരുത്തോലപ്പന്തലിലാണ് ബീനയുടെ മൃതദേഹം കിടത്തിയിരുന്നത്. വെള്ള പുതച്ച് പൂമാലകൾ ചാർത്തിയ മൃതദേഹത്തിൽ കണ്ണീരോടെയാണ് റോബിനും പ്രിയപ്പെട്ടവരും അവസാന നിമിഷം മുഴുവൻ നോക്കി നിന്നിരുന്നത്. അമ്മയ്ക്കരികെയുള്ള അവസാന നിമിഷങ്ങളിൽ ഹൃദയം പൊട്ടി നിൽക്കുന്ന റോബിനെ ഇതിനു മുൻപ് ഇത്രയും ഹൃദയവേദനയിൽ ആരും തന്നെ കണ്ടിട്ടേയില്ല. അമ്മയുടെ ചികിത്സാകാലത്തുടനീളം ഇക്കാര്യം അധികം ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. അടുത്ത ബന്ധുക്കളെ മാത്രമാണ് രോഗവിവരം അറിയിച്ചിരുന്നത്. സോഷ്യൽ മീഡിയയിൽ പോലും സജീവമായിരുന്നില്ല റോബിൻ. ജോലിയുടെ ഭാഗമായുള്ള അത്യാവശ്യ പോസ്റ്റുകൾ മാത്രമായിരുന്നു അദ്ദേഹം പങ്കുവച്ചിരുന്നത്. അമ്മയുമായി വളരെയധികം സ്നേഹബന്ധം പുലർത്തിയിരുന്ന റോബിന് ഇത് താങ്ങാനാകാത്ത വേദനയാണ് നൽകിയിരിക്കുന്നത്. കൊല്ലം കോവൂരിലെ വീട്ടിലാണ് അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമടക്കം ആയിരക്കണക്കിന് പേരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും അമ്മയെ അവസാന നോക്കു കാണുവാനുമായി ഇവിടേക്ക് ഒഴുകിയെത്തിയത്. 52 വയസ്സ് മാത്രമായിരുന്നു അമ്മയുടെ പ്രായം. കൃഷ്ണാലയം എന്ന വീടിന്റെ ഐശ്വര്യമായിരുന്നു ശരിക്കും റോബിന്റെ അമ്മ ബീന. ട്രാവൽസ് ബിസിനസ്സും മറ്റുമായിട്ടാണ് റോബിന്റെ അച്ഛൻ രാധാകൃഷ്ണൻ മുന്നോട്ടു പോയിരുന്നത്. മകൻ ഡോക്ടറായപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം ബീനയ്ക്ക് തന്നെയായിരുന്നു. മകൻ ബിഗ് ബോസിലേക്ക് എത്തിയപ്പോഴും അതിനുശേഷമുണ്ടായ പ്രശസ്തിയിലുമെല്ലാം അഭിമാനിച്ചിരുന്ന അമ്മ കഴിഞ്ഞ 1 വർഷമായി കൂട്ടിന് മരുമകൾ ആരതി കൂടിയെത്തിയപ്പോൾ ഇരട്ടി സന്തോഷത്തിലായിരുന്നു. നേരത്തെ ഇവിടെ തന്നെ താമസിച്ചിരുന്ന കുടുംബം റോബിനും ആരതിയും കൊച്ചിയിലേക്ക് കൂടുമാറിയപ്പോൾ ബീനയും രാധാകൃഷ്ണനും മക്കൾക്കൊപ്പം അവിടെയായിരുന്നു. വല്ലപ്പോഴും വിശേഷ നാളുകളിലാണ് കോവൂരിലെ വീട്ടിലേക്ക് എത്തിയിരുന്നത്. ഇതിനു മുമ്പ് ഓണത്തിനാണ് എല്ലാവരും ഈ വീട്ടിൽ കൂടിയിരുന്നത്. ബീനയ്ക്ക് ക്യാൻസർ ബാധിച്ചത് അയൽക്കാർ പോലും അറിഞ്ഞിരുന്നില്ല. മരണത്തിന്റെ 4 നാൾ മുന്നെയാണ് പലരും ഈ വിവരം അറിഞ്ഞത്. റോബിൻ തെരഞ്ഞെടുപ്പ് പ്രചരണ തിരക്കിലായിരുന്ന കാലത്താണ് അമ്മയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. അപ്പോഴേക്കും രോഗം അവസാന സ്റ്റേജിലേക്ക് എത്തിയിരുന്നു. 3 മാസത്തെ ചികിത്സകൾക്കൊടുവിൽ മരണത്തിലേക്ക് പോയ അമ്മയെ കണ്ണീരോടെയാണ് പ്രിയപ്പെട്ടവരെല്ലാം യാത്രയാക്കിയത്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ആളൊഴിഞ്ഞു പോയപ്പോൾ അമ്മയില്ലാത്ത വീട് ശരിക്കും അനാഥമായി മാറുകയായിരുന്നു. കൃഷ്ണാലയം ന്യൂ വില്ല എന്ന് പേരിട്ടിരിക്കുന്ന റോബിന്റെ വീട് ശരിക്കും നിശ്ചലമായിരിക്കുകയാണ് ഇപ്പോൾ. ആ വീട്ടിൽ മനസ്സു തകർന്നിരിക്കുകയാണ് റോബിന്റെ അച്ഛൻ രാധാകൃഷ്ണനും. റോബിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ആ വിയോഗ വാർത്ത നോവോടെ മലയാളികൾ അറിഞ്ഞത്. രാവിലെ മുതൽക്ക് തന്നെ കോവൂരിലെ വീട്ടിലേക്ക് നാട്ടുകാരും പ്രിയപ്പെട്ടവരുമെല്ലാം പ്രവഹിച്ചിരുന്നു. ഉച്ചയോടെയാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയും സംസ്കരിക്കുകയുമായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.